മുടങ്ങാത്തതിന്റെ ഒരു രഹസ്യം രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പ്രതിസന്ധി ആരോപണത്തിൽ ഉറച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഉപകരണക്ഷാമം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ആശുപത്രി അധികൃതർ പ്രശ്നങ്ങൾ മറച്ചുവെക്കുന്നു. പലപ്പോഴും രോഗികൾ തന്നെ ഉപകരണം വാങ്ങിത്തരുന്ന സ്ഥിതിയെന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടി ഇരക്കേണ്ട അവസ്ഥയെന്നും ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടർ ഹാരിസിനെ തള്ളാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹാരിസ് സത്യസന്ധനായ ഡോക്ടർ. ചൂണ്ടിക്കാട്ടിയത് സംവിധാനത്തിന്റെ പ്രശ്നം. പിഴവുകൾ പരിശോധിക്കുമെന്നും പരിഹരിക്കുമെന്നും ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയിൽ വൻ പ്രതിസന്ധിയെന്നും മരുന്നു കമ്പനികൾക്ക് സർക്കാർ പണം നൽകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ ഹെൽത്ത് കമ്മീഷൻ നാളെ നിലവിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. 13 ഷട്ടറുകൾ ഉയർത്തിയത് 10 സെന്റിമീറ്റർ വീതം. 250 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. ബാണാസുര ഡാമിലെ 3-ാം നമ്പർ സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി. പുഴയുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ്. അക്കാദമിക് കാര്യങ്ങളിൽ ആജ്ഞ വേണ്ടെന്നും ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമമെന്നും നിലപാട് ഘടിപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സൂംബ ദേശീയമായി അംഗീകരിച്ച കായിക ഇനം. അധിക്ഷേപിച്ചവർ മാപ്പു പറയണമെന്നും ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് സൂംബ ഫ്ലാഷ് മോബിന്റെ ഭാഗമായി മന്ത്രി. തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി. അവിവാഹിതരായ യുവതിയും യുവാവും കുഴിച്ചുമൂടിയത് 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെ. ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ അസ്ഥി സൂക്ഷിച്ചുവെന്ന് യുവാവിന്റെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു. 2 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിക്കിടക്കുന്ന 3-ാമത്തെയാളെ പുറത്തെടുക്കാൻ ശ്രമം.